أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون. واتقوا النار التي أعدت للكافرين. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരമദയാലുവായ പടച്ചവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയില് കടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. കടം കൊടുക്കുക എന്നുള്ളത് പുണ്യകരമായ ഒരു കാര്യമാണ് എന്നും അതുപോലെ തന്നെ വളരെ അത്യാവശ്യങ്ങൾക്കല്ലാതെ കടം വാങ്ങരുത് എന്നും അതുപോലെ തന്നെ കടമിടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ എഴുതി രേഖപ്പെടുത്തുന്ന ഒരു ശീലം വിശ്വാസികൾ എന്ന നിലയിൽ ഉണ്ടാകണമെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കടവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കടം കൊടുക്കുന്ന സന്ദർഭങ്ങളിലും വാങ്ങുന്ന സന്ദർഭങ്ങളിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പലിശ. കൊടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് കൊടുക്കുന്ന സമയത്തും വാങ്ങുന്ന സമയത്തും അതിനെ പലിശ ഈടാക്കാതെ കൊടുക്കുന്ന ധാരാളം സഹോദരന്മാർ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കരുത്. എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ കടം കൊടുക്കുന്ന ചില വ്യക്തികളെങ്കിലും കൊടുത്ത സംഖ്യയേക്കാൾ കൂടുതലായി തിരിച്ചു വാങ്ങുന്ന സ്വഭാവമുണ്ട്. അതിനാണ് നമ്മൾ പലിശ എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ധാരാളം പണമുള്ള ആളുകൾ വ്യക്തികൾക്ക് കൊടുക്കും, ചിലപ്പോ മറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടും പണം കൊടുക്കാറുണ്ട്. ഇപ്പോൾ പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗം എന്ന നിലയിൽ ആളുകൾ പലപ്പോഴും ബാങ്കിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ബാങ്കിൽ നിക്ഷേപിക്കുന്ന സ്വഭാവമുണ്ട്. ഇപ്പൊ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഇപ്പൊ 10 ലക്ഷം രൂപ ഒരാളുടെ കയ്യിലുണ്ട്, അയാൾ അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിശ്ചിത ശതമാനം ഓരോ മാസവും അദ്ദേഹത്തിന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. പലപ്പോഴും ചില ആളുകൾ ഇങ്ങനെ പണം ഉണ്ടാക്കാൻ സേഫാണ്, പണം നഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചു. ഇത് 100% പലിശയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മൾ കടം വാങ്ങുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മൾ പലിശക്ക് വിധേയരാകേണ്ടി വരും. അത് വ്യക്തികളിൽ നിന്ന് വാങ്ങുമ്പോൾ പലിശ ഈടാക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെയൊക്കെ നാടുകളിലുള്ള അണ്ണന്മാർ, ഓരോ ആഴ്ചയിൽ വരുന്ന ചില അണ്ണന്മാരുണ്ട്. അവരുടെ അടുത്ത് 10,000 രൂപ നമ്മൾ കടം വാങ്ങുമ്പോൾ അവർ ആദ്യം തന്നെ 10,000 തരൂല, 1000 രൂപ കുറച്ചേ തരുള്ളൂ. പിന്നെ അത് ഓരോ സമയവും അവർക്ക് അടച്ച് തീർക്കേണ്ടതുണ്ട്. അതും പലിശയിൽ അധിഷ്ഠിതമാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ബാങ്കുമായി ഇടപെടുന്ന സംഗതികളാണ്. നമ്മുടെ ഫിനാൻസ് ഏജൻസികളുമായി ഇടപെട്ടുകൊണ്ട് ചെയ്യുന്ന പല ഏർപ്പാടുകളിലും ഇടപാടുകളിലും
ധാരാളമായി പലിശ വരുന്നുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഇത്തരം ലോണുകള് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ പടച്ചവരോട് നമുക്ക് പറഞ്ഞു നോക്കാം. അനാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കുമൊക്കെ പലിശ ഉൾപ്പെടെയുള്ള ലോൺ എടുക്കുന്ന സമ്പ്രദായം വിശ്വാസികളിൽ നിന്ന് അത്തരം പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സ്വാഭാവികമായും ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ അതിന് പലിശ കൊടുക്കേണ്ടി വരും. അതങ്ങനെയല്ലാതെ ഈട് കൊടുക്കാതെ പലിശ നൽകാതെ ഒരിക്കലും ഒരു ബാങ്ക് നമ്മെ സഹായിക്കുകയില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയം, പലിശ എന്ന് പറയുന്നത് ഇസ്ലാം വളരെ വളരെ ഗൗരവത്തിൽ കണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. വളരെ ഗൗരവമാണ് ഇസ്ലാം ഈ വിഷയവുമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹം എന്ന നിലയിൽ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ വളരെ കൂടുതലായി നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വളരെ കൂടുതൽ. ഞാനത് ആവർത്തിച്ച് പറയാനുള്ള കാരണം അതാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയം പലിശയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഖുർആൻ ഇറങ്ങുന്നത്. ആ സമൂഹത്തെ വിശുദ്ധ ഖുർആൻ പലിശ രഹിതമായ ഒരു സമൂഹമാക്കി മാറ്റുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് പടച്ചവനിലുള്ള വിശ്വാസമാണ്, പരലോകത്തിലുള്ള വിശ്വാസമാണ്. അപ്പൊ നമ്മുടെ ജീവിതവും നമ്മുടെ സമ്പാദ്യവും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം നിരീക്ഷിക്കുന്ന പടച്ചവനുണ്ട് എന്നും ആ പടച്ചവന്റെ മുമ്പിൽ നാളെ പരലോകത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്നൊരു വിശ്വാസം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ ഉണ്ടാക്കി ആദ്യം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞു, ഇനി പലിശ വാങ്ങാൻ പാടില്ല. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പലിശ വാങ്ങിയിരുന്നു, മദ്യപിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, പല സഹാബിവര്യന്മാരും മദ്യപിച്ചിരുന്നു വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങുന്നത് വരെ. പക്ഷെ വിശുദ്ധ ഖുർആൻ പടച്ചവൻ ഒരു കാര്യം പറഞ്ഞു എന്നവർക്ക് ബോധ്യപ്പെട്ടതോടുകൂടി അവർ വ്യഭിചാരം നിർത്തി, മദ്യപാനം നിർത്തി, കൊലപാതകം നിർത്തി, അതുപോലെ തന്നെ പലിശയും അവർ നിർത്തി, മുച്ചൂടും അവർ നിർത്തി. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-ബഖറയിൽ 278-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഇത് നമ്മളോടൊക്കെയുള്ള കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇതാ ഒരു മർമ്മമാണ്. പടച്ചവനെ സൂക്ഷിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ഈ ലോകത്ത് ജീവിക്കേണ്ടത്. അവന്റെ ഓരോ കർമ്മങ്ങളിലും അവന്റെ ഓരോ പ്രവർത്തനങ്ങളിലും എല്ലാം പടച്ചവനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. പടച്ചവന്റെ കൽപ്പനയുണ്ടോ എങ്കിൽ അത് നമ്മൾ അംഗീകരിക്കും. പടച്ചവന്റെ നിരോധനമുണ്ടോ എങ്കിൽ നാം അത് വർജിക്കേണ്ടതാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹു സൂചിപ്പിക്കുന്നു, പലിശയിൽ നിന്നും ബാക്കിയുള്ളത് നിങ്ങൾ ഉപേക്ഷിക്കുക. ഈ ആയത്തിറങ്ങുന്നത് എപ്പോ അറിയോ? സഹാബിവര്യന്മാരടക്കം പലിശ വാങ്ങുന്ന ഒരു സമയത്താണ് പടച്ച തമ്പുരാൻ ഈ ആയത്തിറങ്ങുന്നത്. ഇതുവരെ നിങ്ങൾ വാങ്ങിയതൊക്കെ ഇനി നിങ്ങൾ അങ്ങോട്ട് വാങ്ങാൻ പാടില്ല. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ വരെ, അദ്ദേഹത്തിന് വരെ പലിശയുടെ മുതൽ കിട്ടാനുണ്ടായിരുന്നു. ഹജ്ജത്തുൽ വിദായിൽ മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം നമ്മൾക്ക് കേട്ടതാ. എന്റെ പിതൃവ്യന് കിട്ടാനുള്ള എല്ലാ പലിശയും ഇതോടുകൂടി ഞാൻ റദ്ദ് ചെയ്തിരിക്കുന്നു. പലിശ വാങ്ങാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ പ്രവാചകന്റെയും കൽപ്പനയാണ്. ഞാൻ ഓതിയ ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 130, 131 വളരെ കൃത്യമായി എന്ന് പറയുക, അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. നമ്മളോടാണ് പടച്ചോൻ പറയുന്നത്, ജനങ്ങളോടല്ല. വിശ്വാസികളായ ആളുകളെ, ലാ തഅകുലു റിബ അദ്ആഫ മുളാഫ, ഇരട്ടി ഇരട്ടിയായിക്കൊണ്ട് നിങ്ങൾ പലിശ ഭുജിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരുന്നതിന് വേണ്ടി. ഇവിടെ അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ലാഹു
പലിശ വാങ്ങുമ്പോൾ അത് തിന്നാൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചില തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ലാ തഅ്കുലു റിബ, റിബ നിങ്ങൾ തിന്നാൻ ഉപയോഗിക്കരുത്. അപ്പൊ മറ്റുള്ളതിന് ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് വാഹനം വാങ്ങാൻ വേണ്ടി പലിശ വാങ്ങാൻ പറ്റുമോ? വീടുണ്ടാക്കാൻ നമുക്ക് വേണ്ടി പലിശ വാങ്ങാൻ പറ്റുമോ? മുതല് വാങ്ങാൻ വേണ്ടിട്ട് പലിശ വാങ്ങാൻ പറ്റുമോ? പറ്റൂല. അത് ഖുർആൻ അതിന്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയം പറഞ്ഞതാ. വിശുദ്ധ ഖുർആനിന്റെ പല പല പദപ്രയോഗങ്ങളും അങ്ങനെയാണ്. അനാഥകളുടെ സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ള പറയുന്നത് അനാഥകളുടെ സമ്പത്ത് നിങ്ങൾ തിന്നാൻ പാടില്ല. അപ്പൊ അനാഥകളുടെ മുതൽ കൈകാര്യം ചെയ്യുമ്പോ തിന്നാൻ പാടില്ല. നമുക്ക് വണ്ടി വാങ്ങാൻ വേണ്ടിട്ട് വിൽക്കാം, സ്ഥലം വാങ്ങാൻ വേണ്ടിട്ട് വിൽക്കാന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അങ്ങനെയല്ല. ഈ അനാഥകളുടെ സ്വത്ത് നമ്മൾ അന്യായമായി നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അത് തിന്നുന്നതിന് സമമാണ്. ഇവിടെ തിന്നുക എന്ന് പറയാനുള്ള കാരണം എന്താ? ഒരു മനുഷ്യൻ മുതലുണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ഭക്ഷണം കഴിക്കാനാണ്. നിങ്ങൾ ആലോചിച്ച് നമ്മളൊക്കെ അധ്വാനിക്കുന്നത് എന്തിനാ? അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഭക്ഷണം കഴിക്കാനാണ്. അതുകൊണ്ടാണ് അള്ളാഹ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഖുർആന്റെ മുഫസ്സിറുകൾ പറയാം. ലാ തഅ്കുലു റിബ, അത് ആഫഖുൽ ആഫ. പിന്നെ മറ്റൊരു സംശയം ഉണ്ടാവും, ഇരട്ടി പലിശയാണല്ലോ അള്ളാഹു വിരോധിച്ചിരിക്കുന്നത്, മിതമായ പലിശ അള്ളാഹു തആല വിലക്കിയിട്ടില്ലല്ലോ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അതും ശരിയല്ല. കാരണം എന്താ? ഇരട്ടി പലിശ എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടങ്ങളിലും ഇന്നുമുള്ള ഒരു പലിശ സമ്പ്രദായമാണ്. അത് ഒരു അവധിക്ക് ഒരു മനുഷ്യന് കടം കൊടുക്കുക. 1,00,000 രൂപ കടം കൊടുത്തുകൊണ്ടിരിക്കുക. 6 മാസം കഴിഞ്ഞാൽ 1,10,000 രൂപ തിരിച്ചു തരണമെന്നിരിക്കാണ് പലിശക്ക് കൊടുക്കുന്നത്. പക്ഷെ ആ 6 മാസത്തിനുള്ളിൽ അയാൾക്ക് ആ പലിശ വീട്ടാൻ സാധിച്ചില്ല. അപ്പൊ അയാളോട് പറയാണ്, ഇനി നിന്റെ മൂലധനമായി കണക്കാക്കുന്നത് 1,00,000 അല്ല, 1,10,000. അപ്പൊ ആ 1,10,000 പലിശയാണ് ഇനി പിന്നീട് തരേണ്ടത്. ഇതാണ് ഇരട്ടി പലിശ എന്ന് പറയുന്നത്. ഇത് ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നും അതിന്റെ ചില വകഭേദങ്ങൾ നമ്മുടെ രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അത് ഇരട്ടി പലിശയാണെങ്കിലും അതുപോലെ തന്നെ മിതമായിട്ടുള്ള പലിശയാണെങ്കിലും, മിത പലിശ എന്ന് പറയാം, ഏതാണെങ്കിലും സർവശക്തനായ അള്ളാഹു ഹറാം എന്ന് പറഞ്ഞിരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അതിനോട് സമീപിക്കരുത്. അള്ളാഹു സൂചിപ്പിക്കുന്നത് വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടിയിട്ട്. അടുത്ത ആയത്തിൽ പറഞ്ഞതല്ലോ എന്താ? സത്യവിശ്വാസികൾക്ക് യോജിക്കാത്ത പ്രവർത്തനം നിങ്ങൾ ചെയ്താൽ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നതാണ് പലിശ. ഈ പലിശയോട് നിങ്ങൾ ഒരു അഴകുഴമ്പൻ നിലപാടുമായി കൊണ്ടാണ് വിശ്വാസികൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ നരകത്തെ നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം. സത്യനിഷേധികളായ ആളുകൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഈ ആയത്തിനെ ഖുർആനിലെ മുഫസ്സിറുകൾ വിശദീകരിച്ചത് എന്താ അറിയോ? കാഫിരീങ്ങൾക്കാണ് നരകം എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസികളോടാണ് അള്ളാഹു തആല ആദ്യം സംബോധന ചെയ്തത്. സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ സ്വഭാവമാണ് സാമ്പത്തിക ഇടപാടിൽ ഹറാമും ഹലാലും നോക്കാതെ തിന്നുക എന്നുള്ളത്. അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. അതാണ് ഖുർആൻ ഇവിടെ പറയാനുള്ള കാരണമെന്ന് ഖുർആൻ മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, അള്ളാഹു പാപങ്ങളെ വൻപാപങ്ങളായി ചിലത് എണ്ണിയിട്ടുണ്ട്. വൻപാപങ്ങൾ സബൂൽ മൂബിഖാത്തിൽ മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്ന ഒന്ന് അക്ലു റിബ, പലിശ ഭുജിക്കലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പലിശ തിന്നുക എന്ന് പറയുമ്പോൾ തിന്നല് മാത്രമല്ല, പലിശയുടെ മുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും ഇതിന്റെ വ്യാഖ്യാനത്തിൽപ്പെട്ടതാണ്. അത് സബൂൽ മൂബിഖാത്തിൽ വൻ പാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് വിശുദ്ധ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അക്ലു മാലിൽ യതീം, അവിടെ അള്ളാഹു പ്രവാചകൻ ഉപയോഗിച്ചിരിക്കുന്നതാ അനാഥകളുടെ ധനം തിന്നുക. തിന്നുന്നത് മാത്രമല്ല, ഞാനത് ചില ആളുകളുടെ സംസാരങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. തിന്നുന്നത് മാത്രമല്ലേ കുഴപ്പമുള്ളൂ, ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. തിന്നുന്നതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. പലിശയുടെ മുതലാണ് നമ്മുടെ വീടെങ്കിൽ, പലിശയുടെ മുതൽ കൊണ്ടാണ് നമ്മൾ വാഹനം വാങ്ങിയതെങ്കിൽ, പലിശയുടെ മുതൽ കൊണ്ടാണ് നമ്മളുടെ സ്വത്ത് നമ്മൾ വാങ്ങിയതെങ്കിൽ അത് പടച്ചവന് ഇഷ്ടമില്ലാത്തതാണ്.
യാതൊരു സംശയം അക്കാര്യത്തിലില്ല. നമ്മൾ അവിടെ എന്തെങ്കിലും അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായി അള്ളാഹു അവന്റെ പ്രവാചകൻ നമുക്ക് പഠിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഇസ്ലാം വളരെ ഏറെ ഗൗരവമായി കണ്ടിരിക്കുന്ന ഒരു കുറ്റമാണ് പലിശ എന്ന് പറഞ്ഞാൽ. നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകിലു റിബ വമുകിലുഹു വകാതിബഹു വശാഹിദിഹി വകായഹു സവാവൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ. റസൂലുള്ളാഹി പറയുകയാണ്, പലിശ ഭുജിക്കുന്നവനെയും അത് തീറ്റിക്കുന്നവനെയും അതിനെ എഴുതി വെക്കുന്നവനെയും അതിന്റെ സാക്ഷികളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, മദ്യപാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മോശമായ ഒരു സംഗതിയാണ് എന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കറിയാം. വ്യഭിചാരം മോശമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ വ്യഭിചാരത്തെക്കാൾ അധികമായി, മദ്യപാനത്തെക്കാൾ ഗൗരവമായി അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിയിരിക്കുന്നതാണ് പലിശ സമ്പ്രദായം. പ്രവാചകന്റെ ഹദീസിൽ കാണാൻ സാധിക്കും, ഈ പലിശക്ക് 70ഓളം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും മോശപ്പെട്ടത് സ്വന്തം ഉമ്മയെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്നതിന് തുല്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയും പറയുന്ന ഗൗരവം. അത്രയും ഗൗരവമായ ഒരു വിഷയമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചക സല്ലല്ലാഹു ഈ സംഗതിയെ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും ഈ പലിശയെ ന്യായീകരിക്കുന്ന ആളുകൾ പണ്ട് കാലഘട്ടങ്ങളിലും ഇപ്പോഴും പറയുന്ന ഒരു വാദമുണ്ട്. സത്യത്തിൽ എന്താണ് പലിശ? ഈ പലിശ എന്ന് പറഞ്ഞാല് അത് നമ്മൾ മുതൽ മുടക്കി ആദായം എടുക്കലാണല്ലോ പലിശ എന്ന് പറയുന്നത്. നമ്മുടെ മുതൽ മുടക്കുക, എന്നിട്ട് അതിന്റെ ആദായം എടുക്കുക. അപ്പൊ അത് കച്ചവടത്തിന് തുല്യം തന്നെയല്ലേ? ഇപ്പൊ ഒരു വിപണിയിൽ ഒരാൾ 1,00,000 രൂപ കച്ചവടത്തിന് ഇറക്കുന്നു. ആ കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന ലാഭം അയാളുടെ ലാഭമായി എടുക്കുന്നു. അത് ബിസിനസ്, കച്ചവടമാണ്. എന്നാൽ ഒരാൾ 1,00,000 രൂപ പലിശക്ക് വെക്കുന്നു. അയാൾ ആ പലിശന്റെ മുതൽ 1,00,000 രൂപ അയാൾ പലിശക്ക് കൊടുക്കുന്നു, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു. ആ ഒരു വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ രണ്ടും ഒരേ രൂപത്തിലല്ലേ? രണ്ടും ഒരേ പ്രവർത്തനമല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-ബഖറയിൽ ഈ വാദം ഗണ്ണിക്കുന്നുണ്ട്. അവർ പറയുന്നത് അവർ പറഞ്ഞത് കൊണ്ടുകൂടിയാണ്. എന്താ അവർ പറഞ്ഞത്? ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ ആളുകൾ പറഞ്ഞു, ഇന്നമൽ ബൈഉ മിസ്ലു റിബ, പലിശ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം പോലെ തന്നെയല്ലേ? എന്താ പരിധി വ്യത്യാസം? കച്ചവടത്തിന് 1,00,000 മുടക്കുന്നു, പലിശക്കും 1,00,000 മുടക്കുന്നു, രണ്ടും അധ്വാനിക്കുന്നു, രണ്ടും ഒരേ രൂപത്തിലല്ലേ? അള്ളാഹു ഒരു മറുപടി പറഞ്ഞത് എന്താ അറിയോ? സൂറത്ത് അൽ-ബഖറ 275-ാമത്തെ വചനം. അള്ളാഹു കൃത്യമായി വിശ്വാസികളോട് പറഞ്ഞു, അത് രണ്ടും രണ്ടാണ്. ഒന്ന് ഹറാമാണ്, ഒന്ന് ഹലാലാണ്. അള്ളാഹു കച്ചവടത്തെ, ബിസിനസിനെ അനുവദിച്ചിരിക്കുന്നു. പലിശയെ പടച്ചതമ്പുരാൻ ഹറാമാക്കിയിരിക്കുന്നു. ഇപ്പൊ രണ്ടും തുല്യമല്ല. കച്ചവടവും പലിശക്ക് കൊടുക്കലും തുല്യമല്ല എന്ന് കൃത്യമായി അള്ളാഹു സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഒന്നിനെ ഹലാലും ഒന്നിനെ ഹറാമുമായി കാണുന്നത്? ഒന്നാമത്തെ ഉത്തരം, സർവശക്തനായ പടച്ചവൻ പറഞ്ഞു, സാമ്പത്തിക രംഗത്ത് പലിശ കൊടുക്കുക എന്നുള്ളത്, പലിശ സമ്പ്രദായം ഹറാമാണ് എന്ന് അള്ളാഹു പറഞ്ഞാൽ പിന്നീട് വേറെ ഒരു ന്യായം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതാണ് വിശ്വാസികൾ, അതാണ് ഈമാൻ പറഞ്ഞാൽ. അവിടെ പിന്നെ നമ്മൾ ഇങ്ങനെ കോഴി അയൽമക്കാരിയ സ്വഭാവം നമുക്ക് ഇടാൻ പാടില്ല. എന്നാലും നമുക്കൊക്കെ ഇവിടേക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ പലപ്പോഴും പറയലതാ, പരലോകത്ത് നമുക്ക് പോകണ്ടേ? നിങ്ങൾ നോക്കി, ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മളൊരു വ്യഭിചാരത്തെക്കാൾ കൂടുതലായി അല്ലെങ്കിൽ നമ്മൾ മദ്യപാനത്തെക്കാൾ ഗൗരവം കുറഞ്ഞ ഒരു സംഗതിയായിട്ടാണ് ഈ പലിശയുമായി നമ്മൾ ഇടപെടുന്നത് മുസ്ലിം സമുദായം മനസ്സിലാക്കിയത്. ഇതിപ്പോ അത്ര ഒരു കാര്യമില്ല, ഇതിപ്പോ എല്ലാവരും ചെയ്യുന്നതല്ലേ. നമുക്കൊരു അത്യാവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും നമ്മൾ പലിശയുമായി ഇടപെടുക എന്ന് പറയുന്നത് ഒരു ഗൗരവമായി കാണുന്നില്ല. പക്ഷെ അള്ളാഹു ഗൗരവമായി കാണുന്നു, വിശ്വാസികൾ ഗൗരവമായി കാണണം. ഇതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഒന്നാമത്തെ കാരണം അള്ളാഹു പലിശ ഹറാമാണ് എന്ന് പറഞ്ഞാൽ അത് മതി വിശ്വാസികൾക്ക്. രണ്ടാമത്തെ ഒരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, കച്ചവടം എന്ന് പറയുമ്പോൾ കച്ചവടം പലിശ ഒരേ രൂപത്തിലല്ല. കച്ചവടത്തിന് ഒരുപാട് അധ്വാനമുണ്ട്. അതിന് മാനസികമായിട്ടുള്ള അധ്വാനമുണ്ട്, ശാരീരികമായിട്ടുള്ള അധ്വാനമുണ്ട്. പലിശക്ക് അങ്ങനത്തെ യാതൊരു അധ്വാനവും ഇല്ല. രണ്ടും ഒരേ രൂപത്തിലല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഉണ്ട്. ലാഭവും നഷ്ടവും ഉള്ളതാണ് അള്ളാഹു അനുവദിച്ചിരിക്കുന്ന ബിസിനസ്. പലിശയിൽ എന്താ നഷ്ടം? ഒരു നഷ്ടവുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പലിശ സമ്പ്രദായത്തെ എതിർത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം ഇതിന്റെ ഓരോ ശാഖകളും നമ്മുടെ ഗ്രാമങ്ങളിലാണെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ട് വ്യംഗ്യമായും പരസ്യമായും ഉണ്ടാകുന്ന പലതരം കുറികൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ നൽകിയിരിക്കുന്ന മൂലധനത്തെക്കാൾ കൂടുതലായി, നമ്മൾ ഇറക്കിയിരിക്കുന്ന മൂലധനത്തെക്കാൾ കൂടുതലായി ലാഭവും നഷ്ടവും ഇല്ലാതെ സ്ഥിരമായി ലാഭം കിട്ടുന്ന ഒരു സമ്പ്രദായമാണെങ്കിൽ അതിൽ പലിശ ഉണ്ടാവും. അത് നിങ്ങൾ ആലോചിക്കുക. അതിനാണ് ഏറ്റവും ചെറിയ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പലതരങ്ങളിലെ കുറികൾ വരെയുണ്ടല്ലോ. ഈ കുറികളിൽ വരെ പ്രയാസപ്പെടുന്ന ആളുകളെ പ്രയാസപ്പെടുത്താൻ യാതൊരു ബുദ്ധിമുട്ടില്ലാത്തവന് യാതൊരു മെനക്കെടുമില്ലാതെ പൈസ കിട്ടുന്ന കുറി വരെ നമ്മുടെ നാടുകളിലുണ്ട്. വിശ്വാസികൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മുതല്, നമ്മുടെ പൈസ, അത് ഹലാലാണോ ഹറാമാണോ എന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. ഏതിലേക്കും ചാടി വെക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉള്ളതാണെങ്കിൽ ഇതിപ്പം ഓൺലൈൻ കച്ചവടം നമുക്കറിയാം. പലതരം ഓൺലൈൻ ബിസിനസ് ഉണ്ട്. ഇപ്പൊ പലതരം ഓൺലൈൻ ബിസിനസ്. ആ പലതരം ഓൺലൈൻ ബിസിനസ്സിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു തത്വമാണ്. നമ്മൾ ഇറക്കുന്ന മൂലധനത്തെക്കാൾ കൂടുതലായി സ്ഥിരമായി ലാഭമോ നഷ്ടമോ പരിഗണിക്കാതെ നമുക്ക് ലാഭം മാത്രം കിട്ടുന്ന ഒരു ബിസിനസ് ആണ് അതേ അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ പലിശയുടെ അംശമുണ്ടോ എന്ന് കൃത്യമായി നമ്മൾ ആലോചിക്കണം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടി ഇതിനോട് ചേർത്ത് നിങ്ങൾ വായിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ, ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ. തീർച്ചയായും അള്ളാഹു അനുവദിച്ചിരിക്കുന്നത് ഏതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നത് ഏതാണ് എന്നുള്ളത് വ്യക്തമാണ്, കൃത്യമാണ്, വളരെ വ്യക്തമാണ്. എന്നാൽ അവ രണ്ടിന്റെയും ഇടയിൽ ചില സാദൃശ്യങ്ങളായ കാര്യങ്ങൾ ഉണ്ടാവും. ഹലാലാണോ ഹറാമല്ലോ. ഇത് നിങ്ങൾ ഈ പലിശയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് അതിന് പലിശ എന്താണോ കൂടുതൽ, അല്ല അത് ഹലാലാണോ ഹറാമാണോ നിങ്ങൾ പരിശോധിക്കണം. അധിക ജനങ്ങൾക്കും അറിയില്ല, അധിക ജനങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സംശയമുള്ളതിനെ ആരെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ അവൻ അവന്റെ അഭിമാനത്തെയും അവന്റെ മതത്തെയും അവൻ സംരക്ഷിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മളൊരു ബിസിനസ് കേൾക്കുമ്പോ, ഒരു കുറി കേൾക്കുമ്പോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ഏർപ്പാട് കേൾക്കുമ്പോ, ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് അതിന്റെ EMI എടുക്കണമെന്ന് പരിശോധിക്കുമ്പോൾ ഓരോ കാര്യം നമ്മൾ പരിശോധിക്കണം. അത് എന്താണ്? അപ്പൊ അത് ശുബ്ഹാത്താണെങ്കിൽ നമുക്കൊരു കൃത്യതല്ല. ബയ്യിൻ ഹലാലാണ് എന്ന് നമുക്ക് ഉറപ്പില്ല എങ്കിൽ, ഹലാലാണ് എന്ന് നമുക്ക് ഉറപ്പില്ല എങ്കിൽ നമ്മൾ ആലോചിക്കുക, അത് ശുബ്ഹാത്താണ്, സംശയമുള്ള കാര്യമാണ്. അതിനെ നമ്മൾ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ അവ്യക്തമായ കാര്യങ്ങളിൽ ആരെങ്കിലും പെട്ടുപോയാൽ അവൻ ഹറാമിൽ പെട്ടുപോയി. അപ്പൊ അങ്ങനെ ഉണ്ടോ ഇല്ലേ? ഞാൻ അങ്ങനെ കൂടുതലൊന്നും അതിനെ കുറിച്ച് പരിശോധിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. എന്റെ ചങ്ങായിമാരും സ്നേഹിതന്മാരൊക്കെ അതിൽ ചേർന്നിട്ടുണ്ട്, അപ്പൊ ഞാനും ചേർന്നു. അത് നമുക്ക് പറയാൻ പറ്റില്ല. ശുബ്ഹാത്താണോ, സംശയമുണ്ടോ എങ്കിൽ നമ്മൾ റസൂലുള്ളാഹി പറഞ്ഞതറിയോ, പറഞ്ഞത് നിരോധിത മേഖലയിൽ ഒരു ആടുകളെ മേക്കുന്നവനെ പോലെയാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് നിരോധിത മേഖലയിൽ ആടിനെ മേക്കുമ്പോൾ കാലുകളെ മേക്കുമ്പോൾ എന്താ, ആ നിരോധിത മേഖലയിലേക്കും ഈ ആട് കടിക്കാൻ സാധ്യതയുണ്ട്, അതിലേക്ക് കയറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നല്ലോണം സൂക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ,
നമ്മൾ എല്ലാവരും സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ട് പരമാവധി നമ്മൾ സൂചിപ്പിക്കാൻ അതാണ്, പരമാവധി നമ്മളുടെ മുതലിൽ പലിശയുടെ അംശമില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകൾ ഒരുപാടുണ്ട്. കുല്ലു ലഹ്മിൻ നബത ഫിൽ ഹറാം ഫിസൂഖ്, ഹറാമിൽ വളർന്നിരിക്കുന്ന ഒരു തടി, ഒരു മുതല്, അത് നരകത്തിനാണ് ഏറ്റവും അർഹത എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ തിന്നുന്നത്, നമ്മൾ നമ്മുടെ മക്കളെ തീറ്റിപ്പിക്കുന്നത്, നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം, നമ്മൾ വാങ്ങുന്ന ഭക്ഷണം എല്ലാം പലിശയിൽ അധിഷ്ഠിതമാണോ എന്ന് കൃത്യമായ ബോധം നമ്മളിൽ ഉണ്ടാകണം. ഇസ്ലാം വളരെ വളരെ ഗൗരവമായി കണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ലാഘവത്വത്തോടുകൂടി ഒരിക്കലും വിശ്വാസികൾ കാണരുതേ എന്ന് വളരെ സ്നേഹപൂർവ്വം നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പടച്ച തമ്പുരാൻ പലിശയിൽ നിന്നും യുക്തമായി നല്ല ഒരു ധനസമ്പാദനത്തിലുള്ള മാർഗവും അങ്ങനെ നമ്മുടെ മക്കളെ പോറ്റുവാനും മക്കളെ തീറ്റുവാനും ഉള്ള സൗഭാഗ്യം പടച്ച തമ്പുരാൻ നമുക്ക്